ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. തൃശൂരിൽ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനോടും UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റിനോടും രാജിവെക്കാൻ നിർദ്ദേശം. പാലക്കാട് MP VK ശ്രീകണ്ഠന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ചുമതല. ജോസ് വള്ളൂരിനും ജനറൽ സെക്രട്ടറി ഗോപാലകൃഷ്ണനുമെതിരെ ഗുരുതര ആരോപണങ്ങളുമായി സജീവൻ കുര്യച്ചിറ. ജോസ് വള്ളൂരിന്റെ പ്രവർത്തനങ്ങൾ തുറന്നു പറഞ്ഞാൽ പാർട്ടിക്ക് മാനക്കേടാവുമെന്നും സജീവൻ. തൃശൂരിൽ KSRTC ബസ് ശക്തൻ തമ്പുരാന്റെ പ്രതിമയിലേക്ക് ഇടിച്ചു കയറി 3 പേർക്ക് പരിക്കേറ്റു. അപകടത്തിൽ ശക്തൻ തമ്പുരാന്റെ പ്രതിമ തകർന്നു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. തൃശൂരിലെ തോൽവിക്ക് പിന്നാലെ തൃശൂരിൽ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനോടും UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റിനോടും രാജിവെക്കാൻ നിർദ്ദേശം. AICC തീരുമാനം KPCC ഇരു നേതാക്കളെയും അറിയിച്ചു. പാലക്കാട് MP VK ശ്രീകണ്ഠന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ചുമതല നൽകാനാണ് തീരുമാനം. K. മുരളീധരൻ 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടതും ചാലക്കുടി മണ്ഡലത്തിൽ തൃശൂർ ജില്ലയിലെ മണ്ഡലങ്ങളിൽ പിന്നോട്ടു പോയതും DCC ഓഫീസിൽ സംഘർഷം ഉണ്ടായതുമെല്ലാം പരിഗണിച്ചാണ് ഇരു നേതാക്കളോടും രാജിവെക്കാൻ ആവശ്യപ്പെട്ടത്. തൃശൂർ, ആലത്തൂർ മണ്ഡലങ്ങളിലെ തോൽവിയെക്കുറിച്ച് അന്വേഷിക്കാൻ AICC നിർദ്ദേശപ്രകാരം KPCC 4-അംഗ സമിതിയെ രൂപീകരിക്കും. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയെ പിരിച്ചുവിടുന്നതും കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട്. പാലക്കാട് MP VK ശ്രീകണ്ഠന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ചുമതല നൽകാനാണ് തീരുമാനം. അതിനിടയിൽ DCC ഓഫീസിലെ സംഘർഷത്തിൽ യൂത്ത് കോൺഗ്രസ്, KSU നേതാക്കൾക്കെതിരെയും നടപടിയുണ്ടാകും. മീഡിയ ടൈം, തൃശൂർ. തൃശൂർ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനും ജനറൽ സെക്രട്ടറി ഗോപാലകൃഷ്ണനുമെതിരെ ഗുരുതര ആരോപണങ്ങളുമായി സജീവൻ കുര്യച്ചിറ. DCCയുടെ വാർത്താക്കുറിപ്പിന് പിന്നാലെയാണ് സജീവന്റെ ആരോപണങ്ങൾ. ജോസ് വള്ളൂരിന്റെ പ്രവർത്തനങ്ങൾ തുറന്നു പറഞ്ഞാൽ പാർട്ടിക്ക് മാനക്കേടാവുമെന്നും സജീവൻ പറഞ്ഞു. ബഹുമാന്യായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ ജോസ് വള്ളൂർ, താങ്കളുടെ പ്രവർത്തികൾ ഞാൻ പുറത്തു പറഞ്ഞാൽ അത് എൻ്റെ സ്വന്തം പ്രസ്ഥാനത്തിന് മാനക്കേടാകും എന്നതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഞാൻ ഇന്നലെ സൂചിപ്പിച്ച മാതിരി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ രാത്രി 8 മണിക്ക് ശേഷം പുലരുവോളം താങ്കൾക്ക് എന്താണ് പണി? അത് ഇവിടെ വിശദീകരിക്കാൻ താങ്കൾ തയ്യാറാകണം. പാർട്ടി പ്രോഗ്രാം ഉള്ളപ്പോൾ രാത്രികൾ നമ്മൾ എല്ലാവരും തങ്ങാറുണ്ട്. പക്ഷെ സ്ഥിരമായി താങ്കൾ ഈ KSU കുട്ടികളെയും വെച്ച് 8 മണി മുതൽ പുലർച്ചെ വരെയുള്ള താങ്കളുടെ പ്രവർത്തനം എന്തെന്ന് ഈ ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകരോട് താങ്കൾ പറയണം. തൃശൂരിൽ KSRTC ബസ് ശക്തൻ തമ്പുരാന്റെ പ്രതിമയിലേക്ക് ഇടിച്ചു കയറി 3 പേർക്ക് പരിക്കേറ്റു. അപകടത്തിൽ ശക്തൻ തമ്പുരാന്റെ പ്രതിമ തകർന്നു. ശക്തൻ നഗറിൽ ഇന്ന് പുലർച്ചെ 3 മണിയോടെയായിരുന്നു അപകടം. KSRTC ബസ് ഇടിച്ച് കയറിയാണ് ശക്തൻ തമ്പുരാന്റെ പ്രതിമ തകർന്നത്. അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. ശക്തൻ നഗറിൽ പുലർച്ചെ 3 മണിയോടെയായിരുന്നു അപകടം നടന്നത്. തിരുവനന്തപുരത്ത് നിന്നും കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന KSRTCയുടെ ലോ ഫ്ലോർ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിനിടയാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം. അപകടത്തിൽ പരിക്കേറ്റവരുടെ നില ഗുരുതരമല്ല. റൗണ്ട് എബൌട്ട് തിരിയേണ്ടതിന് പകരം ബസ് പ്രതിമയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിലാണ് പ്രതിമ തകർന്നത്. മീഡിയ ടൈം, തൃശൂർ. കേരള തീരത്ത് കടലിൽ മത്സ്യബന്ധന ബോട്ടുകൾക്ക് ഇന്ന് അർദ്ധരാത്രി മുതൽ ജൂലൈ 31 വരെ ട്രോളിംഗ് നിരോധനം. മത്സ്യബന്ധനം നടത്തിവന്ന ബോട്ടുകളിൽ 90% തീരമണഞ്ഞിട്ടുണ്ട്. ബോട്ടുകൾ എത്തിക്കഴിഞ്ഞാലും ഹാർബറുകളുടെ പ്രവർത്തനം 2 ദിവസങ്ങൾ കൂടി തുടരും. മഴ വൈകിയതിനാൽ ഇക്കുറി അവസാന നാളുകളിൽ കാര്യമായ ക്യാച്ചിംഗ് നടന്നില്ല. മഴ തുടങ്ങി മത്സ്യങ്ങൾ തീരത്തേക്ക് വന്നു തുടങ്ങിയപ്പോഴേക്കും ട്രോളിംഗ് നിരോധനമായി. ഇതുമൂലം മത്സ്യബന്ധന ബോട്ടുടമകളും തൊഴിലാളികളും കടുത്ത നിരാശയിലാണ്. ബോട്ടുകൾ പൂർണ്ണമായും എത്തിക്കഴിഞ്ഞാലും ഹാർബറുകളുടെ പ്രവർത്തനം 2 ദിവസങ്ങൾ കൂടി പിന്നെയും തുടരും. മത്സ്യങ്ങൾ വിറ്റഴിച്ച് ബോട്ടുകൾ മാറ്റിക്കെട്ടിയാലേ ഹാർബറുകൾ അടയ്ക്കൂ. തുടർന്ന് 52 ദിനങ്ങൾ ഹാർബറുകൾക്കും ബോട്ടുകൾക്കും അനുബന്ധ മേഖലകൾക്കും വിശ്രമകാലമാണ്. പരമ്പരാഗത വള്ളങ്ങൾ മാത്രമാണ് ട്രോളിംഗ് നിരോധന കാലത്ത് മത്സ്യബന്ധനത്തിന് പോകുക. ട്രോളിംഗ് ബോട്ടുകൾക്ക് ഇക്കുറി സീസൺ ആദ്യം സാമാന്യം നല്ല ക്യാച്ചിങ് നടന്നെങ്കിലും വേനൽ മഴ ചതിച്ചതുമൂലം
കടൽ വറുതിയിലായത് ബോട്ടുകളെ കടക്കണിയിലാക്കിയെന്നാണ് ഉടമകൾ പറയുന്നത്. ഇതുമൂലം ഭൂരിഭാഗം ബോട്ടുകളും 2 മാസത്തോളം കരയിൽ കെട്ടിയിടേണ്ടി വന്നു. ഇതിനുശേഷം വൈകിയെങ്കിലും മഴ തുടങ്ങിയതോടെ ഏതാനും ചില ബോട്ടുകൾക്ക് മാത്രമേ മത്സ്യബന്ധനത്തിന് പോകാൻ കഴിഞ്ഞുള്ളൂവത്രേ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ അതിഥി തൊഴിലാളികൾ കൂട്ടമായി നാട്ടിലേക്ക് വോട്ട് ചെയ്യാൻ പോയതാണ് ബോട്ടുകൾക്ക് വിനയായത്. മീഡിയ ടൈം, കൊച്ചി. ഇനി നാട്ടിൽ നടന്നത്. KSRTC ബസ് ഇടിച്ചു തകർന്ന ശക്തൻ തമ്പുരാന്റെ പ്രതിമ KSRTCയുടെ ചെലവിൽ പുനഃസ്ഥാപിക്കുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ഉറപ്പു നൽകിയതായി റവന്യൂ മന്ത്രി K രാജൻ അറിയിച്ചു. അപകടം നടന്ന സ്ഥലം സന്ദർശിച്ച ശേഷം പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. പ്രതിമയുടെ ശില്പി ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച ചെയ്ത ശേഷം ഉടൻ പുനഃസ്ഥാപിക്കാനുള്ള നടപടികളിലേക്ക് കടക്കും. അപകട കാരണം ശാസ്ത്രീയമായി പരിശോധിക്കും. സുരക്ഷ ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായി റിഫ്ലക്ടറുകളും മറ്റും സ്ഥാപിക്കാൻ കോർപ്പറേഷൻ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു. P ബാലചന്ദ്രൻ MLA മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. ജില്ലയിൽ SSLC ഹയർ സെക്കൻഡറി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയവരെയും 100% വിജയം കൈവരിച്ച സ്കൂളുകളെയും അനുമോദിക്കുന്ന പ്രതിഭാ സംഗമം ജില്ലാതല ഉദ്ഘാടനം നടന്നു. മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷനായി. ജില്ലാതല ഉദ്ഘാടനത്തിൽ തൃശൂർ ഈസ്റ്റ് ഉപജില്ലയിൽ മുഴുവൻ A+ നേടിയ 1495 വിദ്യാർത്ഥികളെയും 100% വിജയം നേടിയ 32 സ്കൂളുകളെയും ആദരിച്ചു. തൃശൂർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ KV സജു, PS വിനയൻ, ജലീൽ ആദൂർ, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി, മാടക്കത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര മോഹൻ, തൃശൂർ ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ AK അജിതകുമാരി, തൃശൂർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഡോക്ടർ അൻസാർ, SSK പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ NP ബിനോയ്, തൃശൂർ ഈസ്റ്റ് AEO PM ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ മാള ഉപജില്ലാതല വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും അനുമോദനവും നടന്നു. മാള കാർമൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ആദരവ് ചടങ്ങ് VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ആ അറിവില്ലായ്മയെ പ്രതിരോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് തീർച്ചയായിട്ടും പുതിയ അറിവുകളിലേക്ക് നമുക്ക് അഹങ്കാരമില്ലാതെ കടന്നു വരാൻ നമുക്ക് കഴിയും. എല്ലാം നേടിയെന്നൊരു വിശ്വാസം നമുക്ക് ആർക്കും വേണ്ടതാണ്. മരണം വരെ വിദ്യാർത്ഥിയായിരിക്കുന്ന ആ മനുഷ്യരാണ് നമ്മുടെ ഒരു ചിന്ത നമുക്കുണ്ടാകുന്നതായിട്ട്. പുതിയ കാലഘട്ടങ്ങളിൽ പുതിയ അറിവുകളിലേക്ക് നാം കടന്നു വരുന്നു എന്നുള്ളതാണ്. ഇന്നലെകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള വിദ്യാഭ്യാസ മേഖലയിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. സാമൂഹ്യ മാറ്റങ്ങളിലേക്കാണ് നാം കടന്നു വരുന്നത്. സാംസ്കാരികപരമായിട്ടുള്ള മാറ്റങ്ങളിലേക്കാണ് നാം കടന്നു വരുന്നത്. ആരോഗ്യ മേഖലയിൽ ഉണ്ടാകുന്ന വിവിധങ്ങളായിട്ടുള്ള. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ PK ഡേവിസ്, പ്രൊഫസർ കാവുമ്പായി ബാലകൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു. സംഘാടക സമിതി ചെയർമാൻ ശോഭന ഗോകുൽനാഥ്, ജില്ലാ പഞ്ചായത്ത് അംഗം ലീല സുബ്രഹ്മണ്യൻ, വിവിധ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, AEO മഞ്ജു NK എന്നിവർ സംസാരിച്ചു. ഇരിഞ്ഞാലക്കുട നിയോജക മണ്ഡലത്തിൽ SSLC+2 പരീക്ഷകളിൽ 100% വിജയം നേടിയ പ്രതിഭകളെ അനുമോദിക്കുന്ന ആദരം പരിപാടി സംഘടിപ്പിച്ചു. ഇരിഞ്ഞാലക്കുട ടൗൺ ഹാളിൽ ISRO മുൻ ചെയർമാൻ ഡോക്ടർ K രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു അധ്യക്ഷയായി. ഇരിഞ്ഞാലക്കുട നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, ഇരിഞ്ഞാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ, വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധ ദിലീപ് തുടങ്ങിയവർ സംബന്ധിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊടകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം നടത്തി. മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നടത്തിയ വിതരണം ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് VM ആന്റണി അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ സദാശിവൻ കുറുവത്ത്, വിനയൻ തോട്ടാപ്പള്ളി, VR രഞ്ജിത്ത്, ജസ്റ്റിൻ ഡൊമിനിക്, ബാബു കൊട്ടേക്കാട്ടുകാരൻ, പഞ്ചായത്ത് മെമ്പർമാരായ പ്രനീല ഗിരീശൻ, ബിജി ഡേവിസ്, ഷീബ ജോഷി എന്നിവർ നേതൃത്വം നൽകി.
വെള്ളാങ്കല്ലൂർ വടക്കുംകര മഹല്ല് ജമാഅത്തിൽ നിന്ന് ഹജ്ജ് കർമ്മത്തിന് പോകുന്നവർക്ക് ഊഷ്മളമായ യാത്രയപ്പും മഹല്ലിലെ മദ്രസകളിൽ നിന്നും പൊതുപരീക്ഷകളിൽ ഉയർന്ന മാർക്ക് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അവാർഡും സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി. മഹല്ല് ഖത്തീബ് അബ്ദുൽ റഹ്മാൻ ബാക്കവി ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ മഹല്ല് പ്രസിഡന്റ് അബ്ദുൽ സലാം അധ്യക്ഷത വഹിച്ചു. മഹല്ല് സെക്രട്ടറി മുഹമ്മദ് അലി, ഹുസൈൻ ഹാജി, അബ്ദുൽ ജബ്ബാർ, സൈനുദ്ദീൻ, ഹിഷാമി, സിദ്ദീഖ് ഫൈസി, ബഷീർ, അയ്യൂബ് ബഷീർ എന്നിവർ സംസാരിച്ചു. കുഴൂർ വാദിക സാംസ്കാരിക വേദി ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. മഴവില്ല് എന്ന പേരിൽ സംഘടിപ്പിച്ച ചിത്രരചനാ മത്സരത്തിനൊപ്പം അനുമോദന സദസ്സും സംഘടിപ്പിച്ചിരുന്നു. ബാലഗോപാലൻ ചിത്രരചനാ മത്സരം ഉദ്ഘാടനം ചെയ്തു. കുഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ ഉപഹാര സമർപ്പണം നടത്തി. ഓരോ പോരായ്മകളും കണ്ടെത്തി അവിടുത്തെ കാര്യം വ്യക്തമായി വാദികയ്ക്ക് കഴിയുന്നു. എനിക്കൊന്ന് കലാരംഗത്തും സാംസ്കാരിക രംഗത്തും വാദികയുടെ പ്രവർത്തനം ഏറെ പ്രശസ്തീയമാണ്. നമുക്കറിയാം, കുഴൂരിൽ എല്ലാ വർഷവും നാടക സദസ്സുകളുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ ആദരിക്കുന്നു. ആയുർവേദ രംഗത്തും ആരോഗ്യ രംഗത്തും പ്രവർത്തനം കുട്ടികൾക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പഠനോപകരണങ്ങൾ നൽകുന്നു, ചികിത്സാ സഹായങ്ങൾ നൽകുന്നു. നമുക്ക് നാടിനുള്ള എന്ത് കുറവുകളുണ്ടോ അവിടേക്ക് വാദികളുടെ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകുന്നത് തന്നെ തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും നല്ല സാംസ്കാരിക സമിതിയുടെ ഭാഗമാണ്. TS പുഷ്പൻ, VR അജിത് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. എടത്തിരുത്തി സർദാർ ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് PC ബാലൻ അധ്യക്ഷനായി. കൽപ്പറമ്പ് ഗവൺമെന്റ് UP സ്കൂൾ പ്രധാന അധ്യാപകൻ TS സജീവൻ കരിയർ ഗൈഡൻസ് ക്ലാസ് നയിച്ചു. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR നിഖിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നവമി പ്രസാദ്, വായനശാല സെക്രട്ടറി PR ജോഷി, എഴുത്തുകാരൻ ബാപ്പു വലപ്പാട്, KG സുഖദേവ്, KR ഹരി, TN തിലകൻ തുടങ്ങിയവർ സംസാരിച്ചു. ചന്ദ്രാപിന്നി ദേശീയപാതയിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസിന്റെ മുൻവശത്ത് ചില്ല് തകർന്നു വീണു. ആർക്കും പരിക്കില്ല. ഇന്ന് വൈകിട്ട് 4 മണിയോടെയാണ് സംഭവം. ചന്ദ്രാപിന്നി GLPS സ്കൂളിന് സമീപത്ത് വെച്ചാണ് ചില്ല് തകർന്നു വീണത്. സംഭവ സമയം ബസ്സിൽ നിരവധി യാത്രക്കാരുണ്ടായെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഗുരുവായൂരിൽ നിന്നും പറവൂരിലേക്ക് പോയിരുന്ന ബസിന്റെ ചില്ലാണ് തകർന്നത്. കയ്പമംഗലം 3-ാം വാർഡ് വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. കവിയും ഗാനരചയിതാവുമായ എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ദേവിക ദാസൻ അധ്യക്ഷനായി. RMVHS സ്കൂളിലെ അധ്യാപകൻ TR രാകേഷ് മുഖ്യപ്രഭാഷണം നടത്തി. അധ്യാപകരായ സുദർശിനി, മഹേഷ്, സന്തോഷ് മാമ്പറമ്പത്ത്, കാസിം മില്ലത്ത് പറമ്പിൽ എന്നിവർ സംസാരിച്ചു. മതിലകം തണലോരം റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. PM മെഹബൂബിന്റെ വസതിയിൽ നടന്ന അനുമോദന ചടങ്ങ് ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. തണലോരം പ്രസിഡന്റ് TK ഹംസ അധ്യക്ഷനായി. സ്പെൽ ഡയറക്ടർ ഹാഷിം മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TS രാജു, അസോസിയേഷൻ സെക്രട്ടറി നിസാറുദ്ദീൻ, ട്രഷറർ ഹാരിസ്, അംഗങ്ങളായ ആഷിഖ്, ബൈജു, ബിജു, നജീബ്, മുജീബ്, സുരേഷ്, മനാഫ്, മെഹബൂബ് എന്നിവർ നേതൃത്വം നൽകി. സംസ്ഥാനത്ത് വരും മണിക്കൂറുകളിൽ 7 ജില്ലകളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പ്. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. തൃശൂരിൽ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനോടും UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റിനോടും രാജിവെക്കാൻ നിർദ്ദേശം. പാലക്കാട് MP VK ശ്രീകണ്ഠന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ചുമതല. ജോസ് വള്ളൂരിനും ജനറൽ സെക്രട്ടറി ഗോപാലകൃഷ്ണനുമെതിരെ ഗുരുതര ആരോപണങ്ങളുമായി സജീവൻ കുര്യച്ചിറ. ജോസ് വള്ളൂരിന്റെ പ്രവർത്തനങ്ങൾ തുറന്നു പറഞ്ഞാൽ പാർട്ടിക്ക് മാനക്കേടാവുമെന്നും സജീവൻ.
തൃശൂരിൽ KSRTC ബസ് ശക്തൻ തമ്പുരാന്റെ പ്രതിമയിലേക്ക് ഇടിച്ചു കയറി 3 പേർക്ക് പരിക്കേറ്റു. അപകടത്തിൽ ശക്തൻ തമ്പുരാന്റെ പ്രതിമ തകർന്നു. ന്യൂസ് റൗണ്ടപ്പ് പൂർണ്ണമാകുന്നു. നമസ്കാരം.